കാണുന്നില്ല. ഞാൻ അത്ഭുതപ്പെടാണ്ട് ചില കല്യാണ വീടുകളിലൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി 4-5 ആളുകളുടെ നോട്ടം കിട്ടാനും അവരുടെ ഒരു ഇംപ്രസ് കിട്ടാനും വേണ്ടി വേഷം കെട്ടിത്തുള്ളുന്ന യുവാക്കളുണ്ട്. കോപ്രായങ്ങൾ കാണിക്കുന്നവര് അവനാന്റെ നിലവാരം തുച്ഛമായ ലൈക്കിനും ഷെയറിനും വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നോട്ടത്തിന് വേണ്ടി നശിപ്പിച്ചു കളയുന്ന യുവാക്കളുണ്ട്, യുവതികളുണ്ട്. എന്നാൽ മറുഭാഗത്തോ അതിനേക്കാളേറെ കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങി കുടുംബം നോക്കുന്ന മാന്യന്മാരായ യുവാക്കളുമുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ചെറുപ്പക്കാരൻ മാതാപിതാക്കളെ അനുസരിക്കുന്നു, അവന്റെ ദീനീ ചിട്ടയിൽ ജീവിക്കുന്നു, ദീനീപരമായ കാര്യത്തിൽ ഇടപെടുന്നു, അവന്റെ ഉദ്യോഗത്തിലേക്ക് എത്തുന്നു, പഠിക്കുന്നു, വിദ്യാഭ്യാസം നേടുന്നു, ഉദ്യോഗത്തിലേക്ക് എത്തുന്നു, മാന്യമായൊരു വിവാഹബന്ധം ആലോചിക്കുന്നു, എല്ലാവരുടെയും പ്രാർത്ഥനയോടെ വൈവാഹിക ബന്ധം ആരംഭിക്കുന്നു, ഭാര്യയോടൊപ്പം സുഖസുന്ദരമായി ജീവിക്കുന്നവനും. എന്നാൽ അതിന്റെ നേരെ മറുഭാഗത്ത് പഠനത്തിന് ശ്രദ്ധിക്കാതെ പടച്ചോനെ മറന്നുകൊണ്ട് ആരോടൊക്കെയോ എന്തൊക്കെയോ കുത്തിപ്പിടിച്ചും കള്ളത്തരം കാണിച്ചും വൃത്തികേട് കാണിച്ചും ആഘോഷിച്ച് തീർത്ത് രാവാകുമ്പോൾ കഞ്ചിള്ളിലും കഞ്ചാവിലും ലഹരിയിലും മനസ്സും ശരീരവും കൊടുത്ത് ആരാന്റെ ബൈക്ക് കയറി രാത്രികാലത്ത് ചൂടുള്ള മന്തിയും പൊട്ടിത്തെറിച്ചതും തിന്ന് അവസാനം കിടക്കുന്ന കട്ടിലിൽ ആരോ ഇണചേരുന്ന പോൺ സൈറ്റുകൾ നോക്കി ഉറക്കമൊഴിഞ്ഞ് കണ്ടു തീർന്ന് കിടന്നുറങ്ങുന്നവനും അവസാനം പെണ്ണ് കെട്ടാൻ പെണ്ണ് കിട്ടാതാകുമ്പോ നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞ് എവിടുന്നോ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് കുടുംബം നശിപ്പിക്കുന്നവനും രണ്ടും രണ്ട് തന്നെയാ. അവിടെയാ യുവാക്കൾ ചിന്തിക്കേണ്ടത്. എന്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടാകണം, എന്നെ ജനിപ്പിച്ച കുടുംബത്തിനും നാടിനും എന്റെ ആയുസ് കൊണ്ടൊരു ബലമുണ്ടാകണം. കാരണം പടച്ച റബ്ബ് ചോദിക്കും, അള്ളാ നിനക്ക് തന്ന ആരോഗ്യത്തെക്കുറിച്ച്, നിനക്ക് തന്ന ജീവിതത്തിലെ സൗകര്യങ്ങളെക്കുറിച്ച്, സ്നേഹിക്കാൻ മാതാപിതാക്കളും ജീവിക്കാൻ ചുറ്റുപാടും കയറിക്കിടക്കാൻ ഒരു കൂരയും ഈ ലോകത്ത് പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ജീവിക്കുമെന്നുറപ്പില്ലാതെ മറ്റുള്ളവന്റെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ സ്വന്തം നെഞ്ച് കാണിച്ചു കൊടുക്കേണ്ടി വരുന്നവനും ഒട്ടകം കാഷ്ടിക്കുന്ന ചാണകം വാരിത്തുന്ന യുവാക്കളും പടച്ച റബ്ബിന്റെ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ തിരിച്ചറിവോടുകൂടി അവനവന്റെ വ്യക്തിത്വവും അവനവന്റെ സ്വഭാവവും നന്നാക്കുമ്പോ ഒരുപക്ഷെ നാട്ടിലെ മറ്റലതറിച്ചവർക്കിടയിൽ മൊണ്ണനെന്ന പേരുണ്ടെങ്കിലും പടച്ചോന്റെ കണ്ണിൽ അള്ള ഏറെ ബഹുമാനിക്കുന്നത് അത്തരത്തിലുള്ള യൗവനങ്ങളെയാണ് എന്നും അവർ മാന്യന്മാരാണെന്നും അവരെ സമൂഹത്തിന്റെ മുഖ്യധാര പള്ളി രംഗത്തേക്ക് പോലും അത്തരക്കാരെ കൊണ്ടുവരണമെന്നും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്.